വെൽക്കം ടു അരോമ. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം സേമിയ എടുത്ത് ആദ്യം നെയ്യിലൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് തേങ്ങ, 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, കടുക്. നമുക്ക് പിന്നെ വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ബീൻസും ക്യാരറ്റും ആണ്. രണ്ടും 1/2 കപ്പ് വീതം. എരിവിനായിട്ട് 2 ചെറിയ പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്. നമ്മുടെ സേമിയ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് 4 ഗ്ലാസ് വെള്ളം, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിനി പ്രിപ്പയർ ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, 4 ഗ്ലാസ് വെള്ളം നമ്മൾ ആദ്യം നല്ലപോലെ തിളപ്പിക്കണം. നമ്മളിതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. വെള്ളം നല്ലപോലെ തിളച്ച ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സേമിയ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത സേമിയ ആയതുകൊണ്ട് ഒത്തിരി കുക്കിംഗ് ടൈം വരത്തില്ല. മാക്സിമം 4 to 5 മിനിറ്റ്സ്. അങ്ങനെ സേമിയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ സേമിയയിലെ വെള്ളമൊക്കെ ഫുൾ പോയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുകൊക്കെ പൊട്ടിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റും ബീൻസും നമ്മൾ ഇനി ഇതിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന സേമിയ നമുക്കിനി ഇതിലോട്ടിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് നമുക്കെല്ലാം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈസി സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പി. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ഈസി റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു.